മുൻഷിദ് അലി നേരത്തെ സാബു എം ജേക്കബ് സംസാരിക്കുന്നുണ്ടായിരുന്നു, തുണിത്തരങ്ങൾ ഇത് കാര്യമായി ബാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ അമേരിക്കയ്ക്ക് പകരം നമ്മൾ പുതിയൊരു മാർക്കറ്റ് കണ്ടെത്തി, പുതിയൊരു വിപണി കണ്ടെത്തി, അവിടെ കുറെ കൂടി ഒരു കയറ്റുമതി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിഹാരം പോസിബിൾ ആണോ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ മെയ്യിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അതുപോലെ പ്രധാനമന്ത്രി UK ആയിട്ട് സീറ്റ കോംപ്രിഹെൻസീവ് എക്കണോമിക് ട്രീറ്റി അഗ്രിമെൻറ്റ് UK ആയിട്ട് സൈൻ ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ 2 കൺസൈൻമെൻറ്റ് പച്ചക്കറി സ്കോട്ട്ലാൻഡിലേക്ക് അയച്ചിരുന്നു. 20% കസ്റ്റംസ് ഡ്യൂട്ടി ആയിരുന്നു അവിടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ചുമത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ അത് 0-ലേക്കോ അതിൽ നെഗറ്റീവിലേക്കോ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു UK മാർക്കറ്റോ അല്ലെങ്കിൽ എൻ്റയർ യൂറോപ്യൻ മാർക്കറ്റ് എടുത്താൽ പോലും US മാർക്കറ്റിന് തുല്യമാവില്ല. അതൊരിക്കലും ഒരു കാരണം അത്രയും വലിയൊരു സാമ്പത്തിക സ്ഥിതിയാണ് US മാർക്കറ്റ്. എന്നാൽ പോലും ഒരു പരിധി വരെ നിലനിർത്താൻ ഈ പറഞ്ഞ മറ്റ് മാർക്കറ്റുകളോട്, കാരണം അത് ഒരേ സമയം ഇപ്പം ഞാൻ വായിച്ച ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ആസിയാൻ രാഷ്ട്രങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്, ഫാർ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഈ US മാർക്കറ്റിനെ കവർ ചെയ്യാൻ മറ്റുള്ള രാഷ്ട്രങ്ങളുമായോ ആ രീതിയിൽ ഇന്ത്യ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരു സംരംഭമാണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവർ ഇന്ത്യയിലെ ഒരു പോർട്ടുമായിട്ട് മത്സരിക്കുന്നില്ല. അവരുടെ മത്സരം എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ, ദുബായ്, കൊളംബോ പോലുള്ള വൻകിട പോർട്ടുകളായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നും സ്വാഭാവികമായിട്ടും ഒരു ഈ പോർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ എയർപോർട്ടിൻ്റെ പോലെയല്ല. കാരണം ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, വളരെയധികം തുക കേരള സർക്കാരും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പ്രകാരം കേന്ദ്ര സർക്കാരും എല്ലാം പ്രൈവറ്റ് എൻറ്റിറ്റിയായ അദാനി ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംരംഭമാണ് വിഴിഞ്ഞം പോർട്ട്. എന്നാൽ ഇവിടുന്ന് കാർഗോ മൂവ്മെൻറ്റ് നിലക്കുന്നതോടെ ഈ ദശാബ്ദങ്ങൾ എടുക്കേണ്ടുന്ന, അതായത് ഒരു ലാഭം ഒരു ഡ്രോബാക്കിൽ എത്തണമെങ്കിൽ ഒരു ദശാബ്ദങ്ങൾ എടുക്കുന്ന ഒരു സംരംഭം, ഒരു പോർട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്കയിലേക്കുള്ള കണ്ടെയ്നർ മൂവ്മെൻറ്റ് നിലച്ചാൽ അതിൻ്റെ ആഘാതം വളരെ ചെറുതായിരിക്കില്ല. അത് ഏറെ കേന്ദ്ര സർക്കാരിനെയും റിസർവ് ബാങ്കിനെയും അതിൻ്റെ ഭാഗമായി തന്നെ ഈ സ്റ്റേറ്റിനെയും ധാരാളമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.